ന്യൂ ജനറേഷൻ അമ്മമാർ. മലയാള സിനിമയിൽ ശ്രദ്ധേയമായ പല കഥാപാത്രങ്ങളും അമ്മമാരായിരുന്നു. കബീർ പൊന്നമ്മയുടെ വാത്സല്യം തുളുമ്പുന്ന അമ്മ, KPC ലളിതയും സുകുമാരിയും മീനയും ശാരദയും ഷീലയും ഒക്കെ ചെയ്ത റിയലിസ്റ്റിക് അമ്മവേഷം, ഫിലോമിനയുടെ കൾട്ട് ക്യാരക്ടർ ആയിരുന്ന ആനപ്പാറയിലെ അച്ചമ്മ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ജയറാം, സുരേഷ് ഗോപി എന്നിവരുടെ പല കഥാപാത്രങ്ങളും മികവുറ്റതാക്കാൻ ഈ അമ്മവേഷങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ കാലം മാറി. പഴയ ചേരുവകൾ നിറഞ്ഞ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചാൽ പ്രേക്ഷകർ സ്വീകരിക്കില്ലെന്ന് മനസ്സിലാക്കി സംവിധായകർ. ഇത് ന്യൂ ജനറേഷൻ സിനിമകളുടെ കാലമാണ്. കാലത്തിനനുസരിച്ച് കോലം മാറി, അതുപോലെ സിനിമയും അതിലെ കഥാപാത്രങ്ങളും. ഈ അടുത്ത് പുറത്തിറങ്ങിയ ചില മലയാള സിനിമകളിലെ അമ്മവേഷം ശ്രദ്ധിച്ചാൽ അവരെ അവതരിപ്പിച്ച രീതി പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായി മാറി. ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിൽ മല്ലിക സുകുമാരൻ നിവിൻ പോളിയുടെ അമ്മയായി എത്തിയപ്പോൾ ഒരു കോമഡി വൈബുള്ള അമ്മയായിട്ടാണ് എത്തിയത്. അതുപോലെ തന്നെയാണ് ആവേശം എന്ന സിനിമയിൽ ബിബിമോന്റെ അമ്മയായിട്ട് വന്ന നീരജ രാജേന്ദ്രൻ. മോൻ ഹാപ്പി അല്ലേ, രംഗൻ മോൻ ഹാപ്പി അല്ലേ എന്നീ ഡയലോഗുകൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. മോൻ ഹാപ്പിയാണോ? ബിബിമോൻ ഹാപ്പിയാണോ? ഉള്ളൊഴുക്കിലെ ഉർവശിയുടെ അമ്മവേഷം മലയാള സിനിമ ഈ അടുത്ത് കണ്ട ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു. പിന്നീട് അങ്ങോട്ട് കോമഡി വൈബ് മാറി സൈക്കോ അമ്മമാരുടെ കാലമായി. റോഷാക്ക് എന്ന സിനിമയിൽ തന്റെ മക്കളെ ഉപയോഗിച്ച് ആരെ വേണമെങ്കിലും കൊല്ലാം, അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്ന കഥാപാത്രവുമായി വന്നു ബിന്ദു പണിക്കർ. അതുവരെ ഹാസ്യ കഥാപാത്രങ്ങളും സ്വഭാവവേഷങ്ങളും ചെയ്തിരുന്ന ബിന്ദു പണിക്കർ തന്റെ സ്ഥിരം ശൈലി മാറ്റിപ്പിടിച്ചപ്പോൾ കിട്ടിയത് വളരെ മികച്ചൊരു നെഗറ്റീവ് കഥാപാത്രമാണ്. അതുപോലെ തന്നെയാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമയിൽ മനോഹരി ജോയ് അവതരിപ്പിച്ച ഗ്രേസ് എന്ന കഥാപാത്രം. ദുരഭിമാനത്തിന്റെ പേരിൽ സ്വന്തം മകളെ ക്രൂരമായി കൊല്ലാൻ സ്വന്തം മകനെ ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രമാണ് മനോഹരി ജോയ് ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. മകനോടുള്ള അമിതമായ സ്നേഹത്തിന്റെ ഭ്രാന്തമായ അവസ്ഥ കാണിച്ചു തന്ന അമ്മയാണ് ദിയസിറെ എന്ന ചിത്രത്തിലെ എൽസമ്മ. ജയാകുറുപ്പ് അവതരിപ്പിച്ച ഈ കഥാപാത്രം മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അമ്മവേഷമായിരുന്നു. സ്വന്തം മകൻ മരണപ്പെട്ടിട്ടും അത് മറ്റാരെയും അറിയിക്കാതെ, അവന്റെ സംസ്കാര ചടങ്ങും നടത്താതെ, അവനെ ദൈവത്തിന് പോലും വിട്ടുകൊടുക്കാതെ സ്നേഹിക്കുന്ന ഒരമ്മ. ഇത്തരം ഒരു കഥാപാത്രം പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായി. ഇത്തരം ക്ലീശകൾ മാറുമ്പോഴാണ് മലയാള സിനിമയിൽ ഇനിയും വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളും സിനിമകളും ഉണ്ടായി അത് പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായി മാറുന്നത്. അത് മലയാള സിനിമയുടെ റേഞ്ച് മാറാൻ ഉപകാരപ്പെടും.